ഇവിടുത്തെ ഒരു ദിവസം എങ്ങനെയാണ് കഴിയുന്നത്? ഇവിടെ ഞാൻ 6 മണിക്ക് എണീക്കും. അതായത് ഞാൻ രാത്രി 1 മണിക്ക് കിടന്നാലും 2 മണിക്ക് കിടന്നാലും 6 മണി, ചിലപ്പോൾ അതിലും മുന്നേ 5:30 മണിക്ക് എണീക്കും. ഇപ്പം ഞായറാഴ്ചയ്ക്കാണെങ്കിൽ 5 മണിക്ക് എണീക്കും. അങ്ങനെയാണ്. 1 മണിക്കൂർ യോഗ ചെയ്യും. യോഗ ചെയ്യുന്നുണ്ട്. പഠിച്ചിട്ടുണ്ടോ? യോഗ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഒരു മാഷ വെച്ചിരിക്കുകയാണ് യോഗ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അദ്ദേഹം വന്നില്ലെങ്കിൽ യോഗ ചെയ്യില്ല. അപ്പൊ അദ്ദേഹം 7 മണിക്ക് വരും, 7 തൊട്ട് 8 വരെ യോഗ ചെയ്യും. യോഗ കഴിഞ്ഞ് പിന്നെ 5-8 പത്രങ്ങളുണ്ട്. പത്രങ്ങൾ കുറച്ച് നേരം വായിക്കും. അപ്പോഴേക്കും ഞാൻ തയ്യാറായി 9 മണിയാകുമ്പോഴേക്കും 9:30 ആകുമ്പോഴേക്കും തയ്യാറായി 10 മണിക്ക് ഓഫീസിൽ വരും. സൈറ്റിൽ പോണ ദിവസമാണെങ്കിൽ നേരത്തെ പോകും. 8-8:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പോകും, നേരെ പോകും. അത് കഴിഞ്ഞിട്ട് ഉച്ച വരെ ഓഫീസിലിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സാമൂഹ്യ പ്രവർത്തനമാണ്. പിന്നെ അപ്പോഴേക്കും എന്തെങ്കിലും സെക്രട്ടേറിയറ്റിൽ പോകണമെങ്കിൽ അവിടെ പോകും, വേറെ ആരെങ്കിലും. അപ്പോഴേക്കും ആളുകൾക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ടി ഓഫീസിൽ പോകും. അവിടെ ചെന്നിരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യം ആൾക്കാരെ വിളിച്ച് പറയും. അവിടേക്ക് ഞാൻ ആൾക്കാരെ, നമ്മുടെ ഓഫീസിലെ ആൾക്കാരെ കൂട്ടി ഞാൻ അവരെ പറഞ്ഞയക്കും. അങ്ങനെയൊക്കെ ചെയ്യും. രാത്രി വൈകുന്നേരം കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും. ചിലപ്പോൾ 11 മണിക്ക് ആവും. പക്ഷെ എന്നാലും ഒരു 11 മണി കഴിഞ്ഞിട്ടേ ഉറങ്ങാറുള്ളൂ. പിന്നെ പണ്ടൊക്കെ വളരെ ലേറ്റ് ആയിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇപ്പോൾ നേരത്തെ ഭക്ഷണം കഴിക്കും. 8-8:30 മണിയാകുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കും. വീട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. പണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നമ്മൾ വരുന്നവരെല്ലാവരും കാത്തിരിക്കും. പക്ഷെ അപ്പൊ പിന്നെ നമ്മുടെ വയസ്സാവില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് എനിക്ക് നമ്മൾ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ കാത്തു നിൽക്കണ്ട. ഞാൻ ഒരു 8-8:30 ആകുമ്പോൾ എവിടെയാണെങ്കിലും എന്തെങ്കിലും കഴിക്കും. കാരണം അധികം വൈകി ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. നമ്മളുടെ സിസ്റ്റത്തിന് വല്ലാണ്ട് ബാധിക്കും അത്. അപ്പോൾ നമ്മുടെ ദിനചര്യ, നമ്മുടെ ജീവിത രീതി, സ്വന്തം ബിസിനസ്സിന് വേണ്ടിയും മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഒരു ദിവസം ഒഴിഞ്ഞു വെച്ച് രാത്രി കിടക്കുമ്പോൾ ഉള്ളൊരു സംതൃപ്തി എങ്ങനെയാണ്? ഞാൻ എപ്പോഴും എനിക്കൊരു അനാലിസിസ് ഉണ്ട് രാത്രി. ഞാൻ ഇന്ന് ഉദ്ദേശം മുഴുവൻ ചെയ്യാൻ സാധിച്ചോ, പിന്നെ നാളെ എനിക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇന്നെന്തെല്ലാം വിട്ടുപോയിട്ടുണ്ട്, നാളേക്ക് ഞാൻ എനിക്ക് എപ്പോഴും അത് വൈകുന്നേരം ഞാൻ ചിന്തിക്കുന്നു എൻ്റെ ഇത്ര കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടല്ലോ, അതൊരു അബദ്ധമായി പോയി. അത് നമുക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കും. പിന്നെ അത് ഞാൻ നാളെ ഇപ്പോൾ ടോപ്പ് പ്രയോറിറ്റിയിൽ എടുക്കും. അപ്പോൾ ഇന്ന് 10 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നാളെ ഇന്ന് 5 കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. 5 കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ 10-ന് പകരം 15 കാര്യം ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാനൊരിക്കലും അധ്വാനിച്ചിട്ട് ഞാൻ ക്ഷീണിച്ചിട്ടില്ല. ഞാനിപ്പം എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്ത് വന്നു ക്ഷീണിതനായി അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ക്ഷീണം തോന്നാറില്ല നമുക്ക്. ഇപ്പോൾ പലപ്പോഴും ഉച്ചയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാറില്ല പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. ഒന്നത് ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഭക്ഷണം കഴിക്കാറില്ല. കാശുണ്ടായിട്ട് പട്ടിണി എടുക്കുന്നതാണ്. ഇപ്പം കാശില്ലാണ്ട് പട്ടിണി എടുക്കുന്ന വളരെയധികം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം കാശുണ്ടായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും അതൊരു ക്ഷീണമായിട്ട് നമുക്ക് ഒരിക്കലും അനുഭവപ്പെട്ടില്ല. കുട്ടിക്കാലത്ത് കഷ്ടപ്പെട്ട ദിനങ്ങളെ കുറിച്ച് കുട്ടിക്കാലത്ത് അങ്ങനെ കഷ്ടപ്പാടെന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അത്യാവശ്യം ഒരു ശരാശരി കുടുംബത്തിൽ നിന്നാണ്. ഭക്ഷണത്തിനൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാതെയുള്ള ഇപ്പം പാടം പറമ്പൊക്കെ ആകുമ്പം അവിടെയൊക്കെ ഉള്ള അധ്വാനങ്ങളും അതൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഇപ്പം പെട്ടെന്ന് മനസ്സിൽ അങ്ങനെ ഒന്നിന് ഞാനൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. എൻ്റെ ഒരു ജീവിത യാത്രയിലെ ഓരോ നേട്ടങ്ങളായിട്ടോ അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളായിട്ടോ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഒരു സൗഭാഗ്യമായിട്ട്, സൗഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കാശുണ്ടാക്കുന്ന സൗഭാഗ്യമായിട്ട് ഞാൻ, കാരണം ഞാൻ വളരെ ചെറുപ്പത്തിൽ കുറച്ച് കാശുണ്ടാക്കിയാളാണ്. അപ്പം അതൊരു സൗഭാഗ്യമായിട്ട് ഞാൻ അതിനെ സ്റ്റാമ്പ് ചെയ്യുന്നില്ല. കാരണം അതൊരു സൗഭാഗ്യമല്ല. അത് ഇൻ ദ പ്രോസസ് ഓഫ് ലൈഫ് നമ്മൾ നേടിയെടുത്ത ചില സംഭവങ്ങളാണ്. പൈസ കൊണ്ട് നമ്മളൊരു സൗഭാഗ്യം മനസ്സിലാക്കുന്നില്ല. സ്വകാര്യ ദുഃഖങ്ങളോ അങ്ങനെ ഒരു ദുഃഖങ്ങളും അങ്ങനെ ഒരു പ്രത്യേകമായിട്ടില്ല. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെ വളരെ ബാലൻസ്ഡ് ആണ് അത്തരം കാര്യങ്ങളിൽ. പിന്നെ നാട്ടിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു വിഷമമുണ്ട് നമുക്ക്. നാട്ടിൽ ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അതൊന്നും ഉണ്ട്. ഇത്ര കാലങ്ങൾക്ക് ശേഷമുണ്ട്. കുറേ കാലത്തിന് ശേഷം നാട്ടിൽ തിരിച്ച് ജീവിക്കണമെന്നുള്ളൊരു പ്രയാസമാണ്. കാരണം നമ്മളുടെ കഷ്ടപ്പാടുകളുടെ മുഴുവനും ഫലം കിട്ടേണ്ട ഒരു സന്ദർഭം വരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോയാൽ വലിയൊരു നഷ്ടമായിരിക്കും നമുക്കത്. കാരണം ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട 35 വർഷം ഞാൻ നേടിയെടുത്ത ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സൃഷ്ടിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്, നല്ല സാഹചര്യമുണ്ട്. അതൊരു പക്ഷെ എൻ്റെ മക്കൾക്കായിരിക്കും അതിൻ്റെ ഗുണം കിട്ടുക. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോകുന്നതിൽ അർത്ഥമില്ലല്ലോ. പിന്നെ പണ്ടത്തെ പോലെ ബോംബെ ഇത്ര ദൂരമല്ലല്ലോ. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന കാലത്ത് 2-3 ട്രെയിൻ കയറിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. എന്തായാലും ഈ വലിയ ഒരു മനസ്സിന്, അതായത് ജീവിതത്തെ തുലനം ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട്
എനിക്ക് എന്ന പൈതൃകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വപ്നത്തിൽ ജീവിതത്തിലെ സമൂഹത്തിൻ്റെ നന്മയെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച് ഇന്ന് മഹാരാഷ്ട്ര എന്ന ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു മുഖ്യധാരയിലേക്ക് സ്വന്തം മലയാളി, ഈ സ്വന്തം കരുത്തുകൊണ്ട് ഒരു മലയാളി ഇവിടെ ഇങ്ങനെ നമുക്കുടെ ഇടയിലേക്ക് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന എനിക്ക് ഗണേഷ് ബാബു സാറിനോട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും നമുക്ക് പരിചയപ്പെടാൻ കിട്ടിയത് ഒരു വളരെ നല്ല സൗഭാഗ്യമായി നമുക്ക് കരുതാം. നന്ദി. കേരളത്തിൽ നിന്ന് വരുന്ന പലരും എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഒരു എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. കാരണം ആ ഒരു ഭാഷയോടും സംസ്കാരത്തിനോടും നാടിനോടും ഉള്ള എൻ്റെ ഒരു ബന്ധം അരക്കിട്ടുറപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുന്ന ഓരോ മലയാളിയുമായിട്ടുള്ള ആ ഒരു സമ്പർക്കത്തിന് ഞാൻ വിലയിരുത്തുന്നത്. അപ്പം ഒരു മലയാളി എന്ന് പറഞ്ഞാൽ ഞാനൊരു പൂർണ്ണമായും ഒരു 100% മലയാളിയാണ്. കാരണം ആ ഒരു മലയാളിയായിട്ട് ജീവിക്കണമെന്നും മലയാളിയായിട്ട് മരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്നെ കാണാൻ വരുന്നതും ഞാനായിട്ട് ബന്ധപ്പെടുന്നതും ഒരു വലിയ ഓർമ്മയായി മാത്രം ഞാനതിനെ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ എപ്പിസോഡിലേക്കുള്ള ഇന്നത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ മഹാരാഷ്ട്ര ഗവർണർ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, മഹാരാഷ്ട്ര ഗവർണർ ആരാണ്? ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778.